തുറന്ന് സെറ്റായിട്ടുണ്ട്. ഊട്ടി ബിരിയാണിയുടെ പണി നമുക്ക് തുടങ്ങാം. അപ്പം ഇതൊരു നല്ലൊരു കലക്കം ബിരിയാണി തന്നെയാണ്. നമ്മുടെ കുഴിമന്തിയൊക്കെ പോലെ തന്നെ ഇരിക്കുക ഏകദേശം. അപ്പോൾ നമുക്കിനി നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഫ്ലവർ ഓയിലുണ്ട് ഞാൻ യൂസ് ചെയ്യണേ. അപ്പോൾ കുറച്ച് ഫ്ലവർ ഓയിൽ യൂസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ എണ്ണ ചൂടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒന്നുകൂടി തക്കാളിയും ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ സ്പൈസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മുടെ കുരുമുളക്, പട്ട, 2 ഏലക്ക. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ സവാള ഒന്ന് സൈഡിലേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്ക് നടുക്കോട്ട് എണ്ണ വരുമല്ലോ. അതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. അത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നല്ല മണം വന്ന് തുടങ്ങി. കാരണം സ്പൈസസ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതുപോലെ മസാലകളൊക്കെ ചേർന്ന് കഴിയുമ്പോൾ തന്നെ നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ ഉണ്ടമുളകാണ്. അത് ഞാൻ കീറണമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. അതിനുശേഷം നമ്മുടെ ചിക്കൻ മസാലകൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് മതി കേട്ടോ. കാരണം ഒരു മസാലയുടെ കുത്ത് അധികം പാടില്ല. അധികം കുത്തുണ്ടായി കഴിഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റ് കിട്ടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് നടുക്കുന്ന ഇതുപോലെ തന്നെ മൂപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാധനം സെറ്റായിരിക്കും. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജീരകവും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു സ്മെല്ലും ആ ഒരു രുചിക്കും വേണ്ടി. അതുകൊണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യണം. നമ്മുടെ ഊട്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ തനത് രുചി അവിടെ നിന്നാണ് ഇത് ഉത്ഭവം. നമ്മുടെ ഊട്ടിയിൽ ടൗണിൽ തന്നെ താജ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നമ്മുടെ ഊട്ടി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. അതായത് ഉച്ച സമയത്തൊക്കെ ആ ഭാഗത്തേക്ക് എന്നൊക്കെ കാണാം, നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മുടെ മസാലകളൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചിക്കൻ്റെ പാഴ്സാണ്. ചിക്കൻ ഉപയോഗിക്കേണ്ടവർക്ക് ചിക്കൻ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ചിക്കൻ പാഴ്സാണ്. ഇതൊന്ന് വേഗം വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന 1 കിലോ അരിയാണ്. അപ്പോൾ ആ 1 കിലോ അരിക്ക് നമ്മൾ അളക്കുമ്പോഴത്തേക്ക് എന്തോരം
അരിയുണ്ടോ അതിൻ്റെ 1.5 പാത്രം വെള്ളമാണ് നമുക്ക് ഒഴിക്കേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കുക. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോ ബസ്മതി അരിയാണ് ഞാൻ എടുത്തേക്കണത്. അത് ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മൂടി വെക്കണം. ഇതൊന്ന് വേവണ വരെ നമുക്കിനി കാത്തിരിക്കാം. നമ്മുടെ ഊട്ടി ബിരിയാണി നമുക്ക് മൂടി വെക്കാം. ഊട്ടി ബിരിയാണി എന്തായാലും നമുക്ക് നോക്കാം. ആഹാ, നല്ല ആവി തുറന്ന് സെറ്റായിട്ടുണ്ട് അരി. ഇത് നമുക്കൊന്ന് ദമ്മ് വെക്കണം. ദമ്മ് വെക്കാനായിട്ട് ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മുടെ അരിയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങ ഇത്തിരി പിഴിഞ്ഞു കൊടുക്കാം. ഇച്ചിരി മല്ലിയില, അതുപോലെ തന്നെ ഇത്തിരി പുറത്തേക്ക് പോയി. നമുക്കൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കാം. നാരങ്ങ പിഴിഞ്ഞതല്ലേ, ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം കൂട്ടി ഇളക്കരുത്, കാരണം അരി കുഴഞ്ഞു പോകും. നമ്മുടെ ഇത് നമ്മളൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ദമ്മിയാണ്. അപ്പോൾ ദമ്മി വെച്ചാൽ നമുക്കിപ്പോൾ പൊക്കത്ത് കനലുള്ള കാരണം പാത്രം മോശമായി പോകില്ലേ. അപ്പോൾ നമുക്ക് അടിയിലെ കനൽ മാത്രം വെച്ചിട്ട് തന്നെ തീയെല്ലാം കട്ടി കളഞ്ഞിട്ട് കനൽ മാത്രം വെച്ച് ഒരു 10-20 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ കുറച്ച് നേരം നമ്മൾ വെച്ചേക്കണം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളവും കൂടി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഊട്ടി ബിരിയാണിയോടൊപ്പം കഴിക്കാനായിട്ടേ നമ്മൾ ചിക്കൻ പാഴ്സ് റെഡിയാക്കാണ്ട്. അപ്പോൾ അത് റെഡിയാക്കാണ്ട് നമുക്കിനി ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മതി. സവാള ഇട്ട് കൊടുക്കാം നമുക്ക്. വാടാൻ വേണ്ടി നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാലകൾ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പാഴ്സുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവാനാദ്യം നേരം വേണ്ടല്ലോ. നമ്മുടെ ചിക്കൻ പാഴ്സ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മുടെ പാഴ്സിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ അത് അവിടെ ഇരുന്ന് വേവട്ടെ. എന്നതിന് ശേഷം നമുക്ക് ബാക്കിയൊരു നോക്കാം. ചിക്കൻ പാഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്.
വെള്ളമൊക്കെ വറ്റി നല്ലോണം വെന്തിട്ടുണ്ട്. അധികം നമുക്ക് ഇളക്കാൻ പറ്റില്ല, കാരണം കറിലൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇനി ഇതും കൂടെ ഇറക്കി വെച്ചിട്ട് നമ്മുടെ ടെസ്റ്റിങ്, നമുക്ക് നമ്മുടെ ഫുഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഊട്ടി ബിരിയാണിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഒന്ന് രുചിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ, തിന്ന് നോക്കാം. പീസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ ഇട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം. ചിക്കൻ ഇട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് സൈഡ് ഡിഷായിട്ട് കറിയൊന്നും വേണ്ട, അതായത് മന്തി പോലെ തന്നെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ രൂപത്തിലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ ചിലവില്ല, കാരണം ഒരു ബിരിയാണി റൈസ്, അതുപോലെ തന്നെ ചിക്കൻ്റെ പാഴ്സിനൊക്കെ കിലോക്ക് നിസ്സാര വിലയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ നല്ല സ്വാദിഷ്ടമായ നല്ല അടിപൊളി ഊട്ടി ബിരിയാണി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.